ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു വണ്ടിയുടെ സെറ്റിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരു വണ്ടിയാണ് സെറ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. അതായത് ഗാരേജ് ആ സമയത്ത് ക്ലോസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലിട്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സെറ്റിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ അതായത് ഈ ഒരു വണ്ടിയായിരുന്നു. ഈ ഒരു വണ്ടി നമ്മുടെ ഫ്രണ്ടെല്ലാം സെറ്റിംഗ് ചെയ്ത് ബോഡിയെല്ലാം ഷേപ്പിംഗ് ചെയ്ത് പ്രൈമർ കോട്ട് 2K പ്രൈമർ അടിച്ച് ഇത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ പാർട്സുകളും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ്, ബാക്ക് LED ടൈലൈറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്സുകളും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. അതിൻ്റെ കൂടെ തന്നെ വാങ്ങിയിരിക്കുന്ന പാർട്സും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അത് നമുക്ക് പാർട്സുകൾ നേരത്തെ വെക്കി പിടിക്കും. നമ്മൾക്ക് ഇത്രത്തോളം പാർട്സുകളാണ് ഞാൻ ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ഒന്നേന്ന് തുടങ്ങാം. നമുക്കിതിപ്പോൾ ഫോഗ് ലാമ്പാണ് ഫ്രണ്ടിലെ ഫോഗ് ലാമ്പ്. നമുക്ക് ഡെല എന്ന് പറയുന്ന കമ്പനിയുടെ ഫോഗ് ലാമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷോറൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു സെയിം ഫോഗ് ലാമ്പ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത്. അതേപോലെ രണ്ട് ലൈറ്റ്, അതുപോലെ തന്നെ വയറിംഗ് കിറ്റ് അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഫുൾ റിലേയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വയറിംഗ് കിറ്റ് നീറ്റായിട്ട്. അപ്പോൾ ഈ ഷോറൂമിലെ ആക്സറീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതും ഷോറൂമിലെ ആക്സറീസിൽ അവർ യൂസ് ചെയ്യുന്നതും ഈ സെയിം ഡെല എന്ന് പറയുന്ന കമ്പനിയുടെ ഫോഗ് ലാമ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ടൈപ്പ് 4 കൺവേർഷന് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോഗ് ലാമ്പ് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 3300 ഈ ഒരു ഫോഗ് ലാമ്പിന് വരുന്ന റേറ്റ് കേട്ടോ. 3300 ഈ ഒരു ഫോഗ് ലാമ്പിന് വരുന്ന റേറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത് ഞാൻ ഹെഡ്ലൈറ്റ് എടുക്കാം. ഹെഡ്ലൈറ്റ് നമ്മൾ ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ്. പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ DRLക്ക് വരുന്ന ഒരു ഹെഡ്ലൈറ്റ് ആണ്. നമുക്ക് വീഡിയോയിലും കണ്ടല്ലോ. ഈ ഒരു ഹെഡ്ലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് മെട്രിക്സ് ടൈപ്പാണ്. അതായത് റണ്ണിങ് ചെയ്ത് ഇൻഡിക്കേറ്റർ കത്തും, അതേപോലെ ഡയലൈറ്റ് കൂടെ കത്തും. റണ്ണിങ് ചെയ്ത് ഇൻഡിക്കേറ്റർ കത്തും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 24500 ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് കൂടുന്നതെന്ന് നമുക്കറിയില്ല. 24500 24,500 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഈ വണ്ടിക്ക് വേണ്ടിയിട്ട്. ഇത് ബോണറ്റിൻ്റെ ക്രോം, നമ്മളെ ഈ ഒരു ഭാഗത്ത് വരുന്ന ക്രോമാണത്. ആക്യുറേറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ക്രോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ലാസ്റ്റും ചെയ്തോളും, പിന്നെ വലിയ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ എല്ലാ കിറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വരും കേട്ടോ. അതിൻ്റെ നെറ്റ് ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് ബാക്കിൽ പറഞ്ഞ ഡിക്കിയുടെ ക്രോമാണ്. ഇത് മാക്രേറ്റിൻ്റെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെപ്പറേറ്റ് നമ്മൾ ബീഡിങ് ഒക്കെ ഇട്ട് കൊടുക്കും. ഇതിൽ വരാത്ത ബീഡിങ് അല്ലാന്നിട്ട് പോലും ഇപ്പോൾ സെപ്പറേറ്റ് ബീഡിങ് നമ്മൾ ആ ഗ്യാപ്പുകളിൽ ഇട്ട് കൊടുക്കാറുണ്ട്, ബോഡി ആയിട്ടുള്ള ഗ്യാപ്പുകളിൽ. ഇതിൻ്റെ സെറ്റിങ് കാര്യങ്ങളും ക്രോം ഐറ്റംസൊക്കെ ഇതിൻ്റെ സെറ്റിങ്ങിൻ്റെ നെറ്റ് ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അടുത്ത മഡ് ഫ്ലാപ്പ് JPT എന്ന് പറഞ്ഞിട്ടുള്ള സാധാരണ ഒരു കമ്പനിയാണ് മഡ് ഫ്ലാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബാക്കിലെ ടൈലൈറ്റ് ആണത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബാക്കിലെ ടൈലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വണ്ടിക്ക്. ടൈപ്പ് ടൈലൈറ്റ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 12,000 ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. 12,000 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ്. ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുമെന്നറിയില്ല, കോവിഡൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ 24,500 ഹെഡ്ലൈറ്റിനും 12,000 ടൈലൈറ്റിന് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബമ്പറിൻ്റെ ഹോൾഡർ സ്ട്രിപ്പ്, നമ്മളെ ഡോർമ പറഞ്ഞ വെതർ സ്ട്രിപ്പാണിത്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് ബമ്പറിൻ്റെ ഹോൾഡർ. ഇത് ക്ലിപ്പ്, ബമ്പറിൻ്റെ ക്ലിപ്പുകളാണ്. കാണിച്ചാറെടുത്ത് വരണം. ഈ ക്ലിപ്പ് നമ്മുടെ ബമ്പറിൻ്റെ ഗ്രില്ല്, അതേപോലെ തന്നെ ബമ്പറെല്ലാം സെറ്റിങ് ചെയ്യണ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിപ്പാണ്. അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ നെറ്റ് ബോൾട്ടല്ല യൂസ് ചെയ്യുന്നത്. കമ്പനി എങ്ങനെ വരണം അങ്ങനത്തെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മളും യൂസ് ചെയ്യണത്. ഇത് സെൻറ്ററിൽ വരുന്ന സ്റ്റേ ആണ്. ഇത് ബോഡിയുടെ ഒരു പാർട്സ് ആണ്. സെൻറ്ററിൽ വരുന്നത് അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വാങ്ങിയിട്ടുണ്ട്. ഇത് ബാക്കിൽ വരുന്ന വൈപ്പർ, ഫോർച്യൂണർ ടൈപ്പ് വൈപ്പറാണിത്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. ബാക്കിൽ വൈപ്പർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഗ്രില്ല്, ഫ്രണ്ടിൽ ആക്യുറേറ്റിൻ്റെ ഗ്രില്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രോം ടൈപ്പ് ഗ്രില്ല്. ക്രോം ടൈപ്പ് ഗ്രില്ല്. അതിൻ്റെ ലോഗോ സെപ്പറേറ്റ് ആണ്, സെപ്പറേറ്റ് വയ്ക്കും. പിന്നെ വരുന്നത് ഫ്രണ്ടിലെ ബമ്പർ നമ്മളിപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന ആക്യുറേറ്റിൻ്റെ ബമ്പറാണ്. ചില സമയങ്ങളിൽ AGP എന്ന് പറയുന്ന കമ്പനിയുടെ ബമ്പർ യൂസ് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ ആക്യുറേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബമ്പർ യൂസ് ചെയ്യാറുണ്ട്. രണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബമ്പറാണ്. നമ്മൾ ഇതിനിപ്പോൾ വാങ്ങിയത് ആക്യുറേറ്റിൻ്റെ ബമ്പറാണ് കേട്ടോ. ഇതിന് വരുന്ന റേറ്റ് 2300 അതിന് വരുന്ന റേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ വീലിൻ്റെ അടിഭാഗത്ത് വരുന്ന വീലാർച്ചുകളാണ് ഫ്രണ്ടിലെ ഈ ഭാഗത്ത് കേട്ടോ. ഇത് രണ്ട് നമ്മൾ ഇതിൻ്റെ ചേഞ്ച് ചെയ്യുന്നുണ്ട്.
ഇത് പാക്കേജ് വരണതല്ല, പക്ഷെ എന്നാലും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു പുതുമ കിട്ടാൻ വേണ്ടി ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ വൈപ്പർ ബ്ലേഡൊന്നും പാക്കേജിൽ വരണതല്ല, നമ്മൾ ഇതിൻ്റെ ആ ഒരു കാണാനുള്ള ലുക്കിന് വേണ്ടിയിട്ട് ചെയ്യണതാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം പാർട്സുകളാണ് നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത്. ഫ്രണ്ടിലെ പ്രൊജക്ട് ഹെഡ്ലൈറ്റിൻ്റെ റേറ്റ് 24,500, ബാക്കിലെ LED ടെയിൽ ലൈറ്റിൻ്റെ റേറ്റ് 12,000, ഫ്രണ്ടിലെ ബമ്പറിൻ്റെ റേറ്റ് 2,300 രൂപ. പിന്നെ ഇതിന് ഓരോ പാർട്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈപ്പർ ബ്ലേഡ് ഒക്കെ ആണെങ്കിൽ 900 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഫോർച്യൂൺ ടൈപ്പ് വൈപ്പർ ബ്ലേഡ് കിട്ടും. വെതർ സ്ട്രിപ്പ് ആണെങ്കിൽ 1,600 രൂപയുടെ വെതർ സ്ട്രിപ്പ്, അവിടെ ഡോറിൻ്റെ ഔട്ടർ ബീഡിങ് ആണ്. ഇതൊക്കെ പാക്കേജിൽ വരുന്നതാണ്. പിന്നെ ഗ്രില്ലും സാധനങ്ങളൊക്കെ അതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്, അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ 2K പ്രൈമർ അടിച്ച് കംപ്ലീറ്റ് ആയതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പെയിൻറ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ഇതാണ്. പെയിൻറ്റ് അവൻ്റെ ഗ്രാൻഡ് ബ്രോൺസ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റയ്ക്ക് പറഞ്ഞ ഒരു കളറാണ് കേട്ടോ നമ്മൾ ഇതിൽ അടിക്കാൻ പോകുന്നത്. ഇതൊരു സിൽവർ അല്ല, ഒരു ഗ്രേയും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കളറാണ്. നല്ല കളറാണ് കേട്ടോ. നിങ്ങളിത് ക്യാമറയിൽ എത്ര വേഗമാണെന്ന് അറിയില്ല. മെറ്റാലിക്കൊക്കെ വരുന്ന നല്ലൊരു കളറാണ്. ഇതിന് നമ്മൾ ഈ വണ്ടിക്ക് അടിക്കാൻ പോണ കളർ കേട്ടോ. ക്രിസ്റ്റയ്ക്ക് വരുന്ന കളറാണിത്. ഇത് നമ്മൾ ക്യാപ്സിയിൽ പെയിന്റ് എടുത്തേക്കാണ്. ക്യാപ്സിയിൽ നമ്മൾ ഈ ഒരു കളർ എടുക്കാനായിട്ട് നമ്മൾ 8 ടിൻറ്റോളം മിക്സിങ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഈ ഒരു കളർ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഓരോ കളറും മിക്സിങ് നമ്മൾക്ക് ക്യാപ്സിയുടെ ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പിൽ നിന്ന് നമ്മൾക്ക് ഓരോ കളർ, ഇപ്പോൾ ഏത് കളറാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ കോഡോ അല്ലെങ്കിൽ അതിൻ്റെ പേരോ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്നതായിട്ടുള്ള ടിൻറ്റിൻ്റെ റേഷ്യോ നമ്മൾക്ക് കിട്ടും. അപ്പോൾ ആ ടിൻറ്റിൻ്റെ റേഷ്യോയ്ക്ക് അനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ ആ കളർ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കളറാണ് ഉദ്ദേശിക്കുന്നത് ആ കളർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ കളർ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രൈമർ കോട്ടാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഈ പെയിൻ്റെല്ലാം അടിക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ബേസ് കോട്ട് അടിക്കും. ഈ കളറിന് മാച്ച് ആയിട്ടുള്ള ബേസ് കോട്ട് ഫുള്ളായിട്ട് അടിക്കും. അതിന് ശേഷമാണ് നമ്മൾ പെയിൻ്റ് അടിക്കുക. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി വരച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം പെയിൻ്റ് അടിക്കും. പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ക്ലിയർ കോട്ട് അടിക്കും. 2 കോട്ട് ക്ലിയർ കോട്ട് അടിക്കും. അതിനുശേഷം ഫുൾ കട്ട് ചെയ്ത് പോളിഷിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ അടുത്ത് വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ അഴിക്കലും കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നൊരു വീഡിയോയിൽ കണ്ടിരിക്കും. അതേപോലെ ഇതിൻ്റെ സെറ്റിങ്, അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഫുള്ളും പോളിഷിങ് അടക്കം വീട്ടിലിട്ട് ചെയ്യണ കാരണം എന്തായാലും വീഡിയോ എടുക്കാൻ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, പുറത്തേക്ക് പോകാൻ പറ്റണില്ല. ഇന്നും നാളെയും പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാരണം ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ആ ടൈമിലൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ വീട്ടിലിട്ട് അടിക്കുമ്പോൾ അതിന് ക്വാളിറ്റി കുറവൊന്നുമില്ല. നമ്മളെങ്ങനെയാണ് ഗാരേജിൽ അടിക്കുന്നത് ആ രീതിയിൽ തന്നെ ഇവിടെയും ചെയ്യണത് കേട്ടോ. അവിടെ പുറത്ത് ആയാൽ പോലും നല്ല വെയിലുണ്ടെങ്കിൽ എവിടെയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഫുള്ളും ക്ലിയർ നീറ്റ്നെസ് ആണ്. അതായിരുന്നു വലിയ പ്രശ്നം കാര്യങ്ങളുണ്ടാവില്ല. പിന്നെ അടിക്കുന്ന ക്ലിയറിൻ്റെ കട്ടി കുറച്ച് കൂടുതലടിക്കുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യുമ്പോൾ പ്രശ്നം കാര്യങ്ങളും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ പാർട്സുകളൊക്കെ ഒന്ന് കാണിച്ചു തരണതുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തന്നു. അതേപോലെ കളറിനെ പറ്റിയിട്ടും പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ മാക്സിമം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. വീട്ടിലെ അവസ്ഥ ഇതാണ്. ഒരു ഇന്നോവയുടെ പ്രൈമർ കോട്ടെല്ലാം അടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഒരു സാൻഡ്രോ സിങ് പുട്ടി വർക്കെല്ലാം കംപ്ലീറ്റ് ആയി നിൽക്കുന്നു. പ്രൈമർ കോട്ട് അടിക്കാൻ റെഡി ആയി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ സാൻഡ്രോ സിങ് പുട്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പുട്ടി വർക്ക് കംപ്ലീറ്റ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡി ഷേപ്പിംഗ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ നിലവിലുള്ള പെയിൻറ്റ് കുറേ സ്ഥലങ്ങളിൽ കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടും വന്നിരുന്നു. ഇവിടെയൊക്കെ ആ രീതിയിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊക്കെയുണ്ട്. അപ്പം ബോഡി ഫില്ലർ യൂസ് ചെയ്തിട്ട് പുട്ടി ഇട്ട് ലെവൽ ചെയ്ത് ബോഡി ഷേപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇതുമ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്യാനായിട്ട് പോണത്. ഇവിടെയൊക്കെ ഒരുപാട് പുട്ടിയായിരുന്നു. ഇവിടെ പുട്ടിയുടെ അല്ല ചെയ്യുന്നത്, പുട്ടി റിമൂവ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ബോണറ്റുമൊക്കെ. ബോഡി മെറ്റൽ ഭാഗങ്ങൾ കാണാം അവിടെ. അതേപോലെ ഓരോ ഏരിയയും ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ട്.